ونحن قد رضينا به مسلمين صلى عليه الله ما عمنا شذاه ما عمنا شذاه. السلام عليكم ورحمة الله. بسم الله الحمد لله رب العالمين والصلاة والسلام على رسول الله. ഏറെ സ്നേഹമുള്ള സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം അത് ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ 23 കൊല്ലക്കാലഘട്ടത്തിലെ ജീവിതത്തിലൂടെ സ്വഹാബത്തിന് ജീവിച്ച് കാണിച്ചു തന്നു. ഖുർആനിൻ്റെ വിശദീകരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം. അത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ, മൗനാനുവാദങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളെ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ പ്രവാചക ജീവിതം സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും അത് സ്വഹാബാക്കൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഹദീസുകൾ അത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ സ്വഹാബികൾ അത് പറഞ്ഞു കൊടുക്കുന്ന ആളുടെ കൈ പിടിക്കും. ഹദീസ് പഠിപ്പിച്ചതിന് ശേഷം അദ്ദേഹം ചോദിക്കും, എന്തിനാണ് ഞാൻ നിങ്ങളുടെ കൈ പിടിച്ചത് എന്നറിയുമോ? ഈ ഹദീസ് പഠിപ്പിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ കൈ പിടിച്ചിരുന്നു. ചിലപ്പോൾ ഹദീസ് പറയുന്ന സമയത്ത് സ്വഹാബി ചിരിക്കും. എന്തുകൊണ്ടാണ് ആ ചിരി? ആ ഹദീസ് പറയുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണോ ഒരു വിജ്ഞാനം കൈമാറിയത്, അതേ രൂപത്തിൽ തന്നെ അടുത്ത തലമുറയിലേക്ക് ഹദീസുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിജ്ഞാനങ്ങൾ അത് കൈമാറാൻ സ്വഹാബത്ത് സൂക്ഷിച്ചു, ശ്രദ്ധിച്ചു. അവസാനം വഫാത്തായ സ്വഹാബിയാണ് അബു തുഫൈൽ ആമിർ ഇബ്നു വാസില അൽ കിനാനി. ഹിജ്റ 110 അദ്ദേഹത്തിൻ്റെ വഫാത്ത് എന്ന അഭിപ്രായം കാണാം. ഹിജ്റ 102 എന്ന അഭിപ്രായവും നമുക്ക് കാണാം. ഏതായിരുന്നാലും അബു തുഫൈൽ റളിയല്ലാഹു തആല അൻഹു ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അടുത്ത തലമുറ അറിയേണ്ട കാര്യങ്ങളെല്ലാം ആ സ്വഹാബത്ത് പഠിക്കുകയും അത് പകർത്തുകയും അത് അടുത്ത തലമുറയിലേക്ക് കൈമാറുകയും ചെയ്തു. ഇതാണ് സ്വഹാബത്ത് ചെയ്ത ഏറ്റവും വലിയൊരു സേവനം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നടത്തം അവർ നിരീക്ഷിച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപം അവർ നിരീക്ഷിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുഞ്ചിരി അവർ ശ്രദ്ധിച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ച സന്ദർഭങ്ങൾ മാത്രം ക്രോഡീകരിച്ച കിതാബുകൾ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞ സന്ദർഭങ്ങൾ മാത്രം ക്രോഡീകരിച്ച കിതാബുകൾ നമുക്ക് കാണാൻ കഴിയും. താടിയിൽ എത്ര മുടി നരച്ചിരുന്നു, എണ്ണ തേച്ചാൽ അതിലെത്ര കാണുമായിരുന്നു എന്നുപോലും ലോകത്തങ്ങനെ ഒരു മനുഷ്യനും ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഓരോ കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെട്ട ഇസ്ലാമിക ചരിത്രത്തിലെന്നല്ല, ലോക ചരിത്രത്തിൽ തന്നെ തുല്യതയില്ലാത്ത നേതാവാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഹദീസുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയുന്നത് പോലെ ഹുവ മാ ഉദീഫ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖൗലിൻ ഔ ഫിഅലിൻ ഔ തഖ്രീരിൻ ഔ സിഫത്തിൻ ഖൽഖിയ്യ ഔ സിഫത്തിൻ ഖുൽഖിയ്യ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കുകൾ അത് ഹദീസുകളാണ്. നമുക്കറിയാം, നമുക്ക് കേട്ടു പരിചയമുള്ള ഹദീസാണ് ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഉമർ റളിയല്ലാഹു തആല അൻഹു കേട്ടു. ഉമർ റളിയല്ലാഹു തആല അൻഹു ആ വാക്ക് അടുത്ത തലമുറയിലേക്ക് കൈമാറി. അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൗലാണ്. അതുപോലെ തന്നെ ഫിഅൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തനം, അത് ഹദീസാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുഫയിൽ തടവി, റസൂലുള്ളാഹിയുടെ ഫിഅലാണ്, അത് ദീനിൽ തെളിവാണ്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവാദം നൽകിയ കാര്യം സ്വഹാബത്ത് ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു,
നബി അതിന് അംഗീകാരം നൽകി, നബി മൗനം പാലിച്ചു. അത് ദീനിൽ തെളിവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് ഒരു അടിമപ്പെണ്ണിനെ കൊണ്ടുവരുന്നുണ്ട്. അവരോട് ചോദിച്ചു, ഐന അല്ലാഹ്, അള്ളാഹു എവിടെയാണ്? ആ പെണ്ണിന്റെ മറുപടി ഫിസ്സമ, ആകാശത്തിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അനുവാദം നൽകി, അത് അംഗീകരിച്ചു. ആ തഖ്രീർ ദീനിൽ തെളിവാണ്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവപരമായ വിശേഷണങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാ, ലജ്ജ ഹദീസുകളിൽ കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശുജാഅത്ത്, ആ ധീരത ഹദീസുകളിൽ കാണാം. റസൂലുള്ളാഹിയുടെ പെരുമാറ്റത്തിലെ ഓരോ കാര്യങ്ങളും, റമദാനിലെ പെരുമാറ്റം, അതൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സ്വഹാബത്ത് ശ്രദ്ധിച്ച കാര്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൃഷ്ടിപരമായ വിശേഷണങ്ങൾ. അത് രേഖപ്പെടുത്താൻ, അത് ഹദീസിൻ്റെ ഭാഗമാണ്. ഇൻഷാ അല്ലാഹ് തുടർന്ന് വരുന്ന കുറച്ച് ക്ലാസ്സുകളിലൂടെ എങ്ങനെയായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ പ്രവാചകന്റെ രൂപം, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൃഷ്ടിപരമായ വിശേഷണങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് പഠിക്കുമ്പോഴാണ് എത്രമാത്രം സ്വഹാബത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശ്രദ്ധിച്ചിരുന്നു, എത്രമാത്രം സ്വഹാബത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിഞ്ഞിരുന്നു, എത്രമാത്രം ആഴമേറിയ ബന്ധമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. നമുക്കും അറിഞ്ഞു കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം അധികരിക്കും. അറിയുമ്പോഴാണ് സ്നേഹം ഉണ്ടാവുക. അറിയുന്നില്ല എങ്കിൽ സ്നേഹത്തിന് പരിധികളുണ്ട്. സുമാമ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്ന വാക്ക് ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. ഇന്നലെ വരെ എനിക്ക് ഏറ്റവും വെറുപ്പ് മുഹമ്മദെ നിങ്ങളെയായിരുന്നു, ഇന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അങ്ങാണ്. ഇന്നലെ വരെ ഏറ്റവും വെറുപ്പുള്ള മതം അങ്ങയുടെ മതമാണ്, ഇന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അങ്ങയുടെ ദീനാണ്. ഇന്നലെ വരെ എനിക്ക് ഏറ്റവും വെറുപ്പ് അങ്ങയുടെ നാടാണെങ്കിൽ ഇന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അങ്ങയുടെ നാടാണ്. എന്തുകൊണ്ടാ മാറ്റം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിഞ്ഞു. അറിഞ്ഞാൽ അടുക്കാതിരിക്കാൻ, സ്നേഹിക്കാതിരിക്കാൻ ഒരാൾക്കും കഴിയില്ല. അത്രയും ഉന്നതമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഭൗതികമായി ചിന്തിച്ചാൽ 3 കാര്യങ്ങളാണ് ഒരാളോട് സ്നേഹത്തിന് മാനദണ്ഡമായി ആളുകൾ വെക്കാറുള്ളത്. ഒന്ന് സൗന്ദര്യമാണ്, സൗന്ദര്യമുള്ളതിന് ആളുകൾ ഇഷ്ടപ്പെടും. മറ്റൊന്ന് പെരുമാറ്റത്തിലെ മാന്യതയാണ്, ഏറ്റവും നല്ല പെരുമാറ്റം, നല്ല രൂപത്തിൽ പെരുമാറുന്നവരോട് നമുക്കൊരു ഇഷ്ടമുണ്ടാകും. 3 ആളുകൾ ചെയ്ത സേവനങ്ങളാണ്. ഇന്ന് പല ആളുകളും ഒരുപാട് ആളുകളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ മാനദണ്ഡങ്ങൾ ചിലപ്പോൾ ആ വ്യക്തിയുടെ സൗന്ദര്യമായിരിക്കും, ചിലപ്പോൾ ആ വ്യക്തിയുടെ സ്വഭാവ ഗുണങ്ങളായിരിക്കും, ചിലപ്പോൾ അയാൾ ചെയ്ത സേവനങ്ങളായിരിക്കും. സ്വാതന്ത്ര്യ സമര സേനാനികളോട് ചെറുപ്പം മുതൽ കുട്ടികളുടെ മനസ്സിലൊരു ഇഷ്ടമുണ്ടാകും. എന്തുകൊണ്ട്? അവർ ചെയ്ത സേവനങ്ങളാണ്, അവർ ചെയ്ത രാജ്യത്തിന് വേണ്ടി ചെയ്ത നന്മകളാണ്. എന്നാൽ ഈ 3 മാനദണ്ഡങ്ങൾ വെച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും നമുക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോളം സ്നേഹിക്കാൻ മറ്റൊരാളില്ല. അത്രയും ഉന്നതമായ സൗന്ദര്യമായിരുന്നു, അത്രയും മനോഹരമായ സൗന്ദര്യമായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇൻഷാ അല്ലാഹ് നമ്മളത് വിശദീകരിക്കും. സ്വഭാവത്തിൽ ഏത് വിഷയത്തിൽ നമുക്ക് മാതൃക വേണോ അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുണ്ട്. ഒരു നല്ല പിതാവായി, നല്ല വല്ലിപ്പയായി, നല്ല സേനാനായകനായി, നല്ല ചങ്ങാതിയായി, നല്ല അമീറായി, ഏത് വിഷയത്തിൽ നമുക്ക് മാതൃക വേണോ അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുണ്ട്. ഇനി സേവനം പരിശോധിക്കുകയാണെങ്കിൽ ഇസ്ലാമിനോളം പോന്ന, ഹിദായത്തിനോളം പോന്നൊരു സമ്മാനം ഒരാൾക്ക് ലഭിക്കാനുണ്ടോ? ആ ഇസ്ലാം നമ്മളിലേക്ക് കൈമാറിയ, നമുക്ക് എത്താൻ കാരണമായ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ പ്രിയമുള്ളവരെ, നാം സ്നേഹിക്കണം, നമ്മൾ അറിയണം നമ്മുടെ പ്രവാചകനെ. പലപ്പോഴും ഭൗതികമായ പല നേതാക്കന്മാരെക്കുറിച്ചും വാചാലമായ ആളുകൾ സംസാരിക്കും. എന്നാൽ അവർക്കെല്ലാം ന്യൂനതകളുണ്ട്. അവരൊന്നും എല്ലാ അർത്ഥത്തിലും നമുക്ക് മാതൃകയല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും മാതൃകയായ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങളാണ്, രൂപവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവാചകന്റെ ഭംഗി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നടത്തം, പ്രവാചകന്റെ ഓരോ അർത്ഥത്തിലുമുള്ള അത്തരം പെരുമാറ്റങ്ങൾ, അത്തരം ശാരീരികമായ ഘടനകൾ, ഇൻഷാ അല്ലാഹ് അതാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു ഏറ്റവും നല്ല രൂപത്തിൽ അത് പഠിക്കാൻ, അത് പഠിക്കുന്നതിലൂടെ വലിയ പുണ്യങ്ങൾ നേടിയെടുക്കാൻ നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ, നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇത് പൂർത്തിയാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും
വറഹ്മത്തുള്ളാഹി വബറകാതുഹു.